പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശയാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് വചനപ്പ് തിരുനാൾ. ഈ വചനപ്പ് തിരുനാളിൻ്റെ ദിവസം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ദിവസം. ഈ ഒരു ദിവസം വികാരി കുർബാന അല്ലെങ്കിൽ ജനത്തിന് വേണ്ടിയുള്ള കുർബാന അർപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണല്ലോ. നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. വികാരി കുർബാന എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ വികാരി അച്ഛന്മാരും തൻ്റെ ഇടവകയിലുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടി അവരുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹവും കൂടുതൽ അവർ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ജീവിക്കണം. ആ ജീവിതം ദൈവമാതാവിനെ പോലെ വിനയത്തോടെ എളിമയോടുള്ള ജീവിതം തന്നെ ഓരോ വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ അതൊരു പാഠമാക്കി അതനുസരിച്ച് അവർ ജീവിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗത്തിൽ ദൈവമാതാവിന് ലഭിച്ച അനുഗ്രഹം അത് ദൈവമാതാവിൽ മാത്രം നിലനിൽക്കാതെ ദൈവമാതാവിൻ്റെ സഹോദരി വരെ ഒരു അനുഗ്രഹം പ്രാപിച്ചു. അതായത് ദൈവമാതാവ് തൻ്റെ പൂർണ്ണമായ പിതാവായ ദൈവത്തിലേക്ക് സമർപ്പിച്ചപ്പോൾ തൻ്റെ സഹോദരിയും ഒരു വന്യയായ എലിസബത്തിന് പോലും ദൈവമാതാവ് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ലഭിച്ചത്. അപ്പോൾ ദൈവമാതാവ് വഴി കൂടെയുള്ള വ്യക്തികൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവമാതാവിന് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബക്കാരെയും ഇന്നത്തെ ദിവസം നമ്മൾ ഈശോയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ദൈവമാതാവിനെ കുറിച്ച് പ്രത്യേകമായി ഏഷ്യാ പ്രവാചകത്തിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ചുകൊണ്ട് അവളൊരു കുഞ്ഞിനെ പ്രസവിക്കും, അവന് ഇമ്മാനുവൽ എന്ന് പേരിടണം എന്ന് പഴയ നിയമത്തിൽ നമ്മൾ കാണും. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം നമുക്ക് പ്രത്യേകം കാണാൻ സാധിക്കും. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടിയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. മാതാവ് പൂർണ്ണ സമർപ്പണം നൽകിയത് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ നിന്നും പാപം എടുത്തു കളയാൻ വേണ്ടി മാതാവ് സമർപ്പിച്ചപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം ഈശോയിലേക്ക് നമ്മൾ സമർപ്പിക്കണം. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ തിരുവചനങ്ങളാണ്. നമ്മൾ ഏറ്റവും അധികം ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ ദൈവം മനുഷ്യൻ്റെ ഒരു രൂപത്തിൽ ഇറങ്ങി വന്നാണ് നമ്മളെ അനുഗ്രഹിച്ചത്. നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇന്നലെ നമ്മൾ ഓശാന ഗീതങ്ങൾ പാടി ഓശാന ആഘോഷിച്ചു. കർത്താവായ യേശുമിശിഹായ്ക്ക് ഏത് വ്യക്തി ഏത് മൃഗത്തെയും തൻ്റെ വാഹനമാക്കി തിരഞ്ഞെടുക്കായിരുന്നു. പക്ഷെ സമൂഹത്തിൽ ഈ ഒരു അടിമ എന്നൊരു മൃഗത്തെ മാത്രമാണ്, അടിമ ജോലി ചെയ്യാൻ വേണ്ടി ഒരു മൃഗത്തെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കഴുത. അപ്പോൾ കർത്താവായ യേശുമിശിഹ എത്ര വിനയത്തോടും എത്ര സ്നേഹത്തോടും എളിമയോടാണ് ദൈവജനത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാവിൻ്റെ ജീവിതവും ഈ വിനയത്തോടും ഈ ഒരു എളിമ ഒരു സ്വഭാവം മാതാവിനും ഉണ്ടായിരുന്നു. ആ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പൂർത്തിയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അത് മാതാവ് ഈശോയുടെ സമർപ്പണം കൂടി, ഇതാണ് ഞാൻ പൂർണ്ണമായി അങ്ങിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം, മാതാവിൻ്റെ ആ നല്ല സ്വഭാവമാണ് നമ്മൾ ഏറ്റവും അധികം മാതാവിനോടും സഭയോടും ചേർക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മൾ 29-ാം വാക്യം കേൾക്കാം. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥതയായി, എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. മാതാവ് അസ്വസ്ഥതയായി. അതായത് ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോൾ മാതാവിന് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. മാതാവ് അസ്വസ്ഥതയായി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, മാതാവ് അസ്വസ്ഥതയായി. പക്ഷേ അതിനുശേഷം നമുക്ക് കാണാം, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, യാക്കോബിന്റെ ഭവനത്തിന് മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും?
മറിയത്തിന് പ്രത്യേകമായി അറിയത്തില്ല എന്ത് സംഭവിക്കും, എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മറിയത്തിന് അറിയത്തില്ല. പക്ഷെ മറിയം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കാണിച്ച ഒരു വിശ്വാസം പൂർണ്ണ സമർപ്പണമാണ്. ദൈവത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു എന്ന് മാത്രമേ മാതാവ് കാണിച്ചുള്ളൂ. ഈ സമർപ്പണമാണ് ഇന്ന് വലിയൊരു കൃപയാക്കി മാറ്റിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെല്ലാം നമ്മൾ ഒരു പക്ഷേ മനുഷ്യനെ ആശ്രയിച്ച് ജീവിച്ചാൽ നമുക്ക് കൃപയില്ല. ഒരുപക്ഷെ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ കുറേ വിട്ടുവീഴ്ചകൾ നടത്തും, ദൈവത്തിന് വേണ്ടി കുറേ അഡ്ജസ്റ്റ്മെൻറ്റും, സ്നേഹിക്കുന്ന മനുഷ്യന് വേണ്ടി നമ്മൾ കുറേ നന്മ ചെയ്തു കൊടുക്കും. പക്ഷെ നേരെ തിരിച്ചാണ്. നമ്മൾ മാതാവ് ചെയ്തതുപോലെ ദൈവത്തിലേക്ക് പൂർണ്ണ ശരണം വയ്ക്കണം. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവായ യേശു മിശിഹായിലേക്ക് തന്നെ നമ്മൾ സമർപ്പിച്ചു ജീവിക്കണം. അങ്ങനെ സമർപ്പിച്ച് ജീവിച്ചാൽ ജീവിതം ഒരുപാട് അനുഗ്രഹമായി തീരും. പ്രിയമുള്ളവരെ, മാതാവിൻ്റെ ഒരു സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയൊരു പൂർണ്ണത നമുക്ക് നോക്കാം. അത് മറ്റേതൊന്നുമല്ല. ഒരു പക്ഷേ നമ്മുടെ വീട്ടിലല്ല, നമ്മുടെ കാരണവരായ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരെല്ലാം പണ്ട് കാലത്ത് 6 മണിക്ക് കുരിശുമണി അടിച്ചാൽ, പള്ളിയിൽ കുരിശുമണി അടിച്ചാൽ, അവർ ഏത് തിരക്കിലുമായിക്കോട്ടെ, ഏത് അവസ്ഥയിലുമായിക്കോട്ടെ, അവർ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവിൻ്റെ മാലാഖ മർത്തമറിയാമോട് വചനിച്ചു, ഇതാ പരിശുദ്ധാത്മാവിൽ അവർ ഗർഭിണിയായി എന്നൊരു പ്രാർത്ഥന ചൊല്ലും. അപ്പോൾ ഇന്ന് ഈ ഒരു പ്രാർത്ഥന നമ്മുടെ സഭയിൽ നിന്നും നമ്മുടെ യുവതലമുറയ്ക്ക് ഒരുപാട് വ്യക്തികൾക്ക് ഇത് അറിയത്തില്ല. പക്ഷെ ഒരു സമയത്ത് നമ്മുടെ കാരണവരായ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരെല്ലാം ഈ ഒരു പള്ളിപ്പണിക്ക് അടിച്ചാൽ ഉടനെ അവരാദ്യം ഒരുക്കത്തോടെ കർത്താവിൻ്റെ മാലാഖ മർത്തമറിയാമോട് വചനിച്ചു. അതൊരു വലിയൊരു പ്രാർത്ഥനയായി മാറി. മാതാവിൻ്റെ സമർപ്പണമാണ് ഈ പ്രാർത്ഥനയ്ക്ക് ശക്തി നൽകിയത്. രണ്ടാമത്തെ നോക്കിക്കേ, രണ്ടാമത്തത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റേതൊന്നുമല്ല. നമ്മുടെ ജപമാല പ്രാർത്ഥന, ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹം നമ്മളിലേക്ക് തീർച്ചയായും എത്തും. പ്രിയമുള്ളവരെ, മാതാവിൻ്റെ ഈ ഒരു ജീവിതം നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തിയതുപോലെ മാതാവ് വഴി ഈശോയിലേക്ക് എത്രത്തോളം നമ്മൾ ചേർന്ന് നിന്നാൽ ഈശോ കൂടുതൽ അനുഗ്രഹിക്കും. ഈശോയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയും വരും കൈയോട്ട് പോയിട്ടില്ല. നമുക്ക് നോക്കാം, കുഷ്ഠരോഗി ഇടിച്ചു കയറി പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ചു. ക്രോണിയായ സ്ത്രീ ദേവാലയത്തിൽ അവിടെ ആയിരുന്നപ്പോൾ തന്നെ അവർക്ക് ശുദ്ധീകരണം പ്രാപിച്ചു. 4 വ്യക്തികൾ തളർവാദിയെ എടുത്തോടെ വന്നപ്പോൾ തന്നെ അവരുടെ വിശ്വാസം മുഖേന ദൈവം ഈശോയെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, മാതാവിൻ്റെ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ എത്ര സങ്കടം വന്നാലും ദൈവമാതാവ് നമ്മളെ സഹായിക്കും. നമുക്ക് 37-ാം വാക്യം ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. സത്യമാണ് പ്രിയമുള്ളവരെ, ദൈവത്തിൽ നമ്മൾ ചേർന്ന് നിന്നാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും ദുഃഖങ്ങളും എന്നേക്കും മാറിപ്പോകും. ദൈവത്തിനെല്ലാം സാധ്യമാണ്. പ്രിയമുള്ളവരെ, മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മാഞ്ഞുപോയി. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ സമർപ്പണത്തിൻ്റെ മാതാവിന് ശേഷം നമുക്ക് കാണാം ഏറ്റവും വലിയ സമർപ്പണം നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യം നോക്കാം. ജോർദാൻ സമതലം മുഴുവനും പുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെ ആണെന്ന് അവന് മനസ്സിലായി. അപ്പോൾ അവൻ നല്ലതിനെ സ്വീകരിച്ചു. അവൻ ആ വഴി തിരികെ പോയി. പക്ഷേ എബ്രാഹത്തോട് ദൈവം പറഞ്ഞപ്പോൾ അപ്പോൾ ഏത് ദിക്കിൽ നോക്കിയാലും എബ്രാഹത്തിന് അത് അനുഗ്രഹമാക്കി തീർക്കുമെന്ന് പറഞ്ഞു. അനുഗ്രഹമാക്കി തീർത്തത് മാത്രമല്ല, പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കണം, ലോത്ത് ഏറ്റവും മികച്ചവും നല്ല ഭൂമി കൊണ്ടുപോയപ്പോൾ അവൻ ഒരിക്കലും ഒരു അൾത്താര സൃഷ്ടിക്കാൻ, ഒരു അൾത്താര കർത്താവിന് വേണ്ടി ബലിയർപ്പിക്കാൻ, ഒരു അൾത്താര സ്ഥാപിക്കാൻ അവന് തോന്നിയില്ല. പക്ഷെ എബ്രാഹാം ആകട്ടെ കിട്ടിയ സ്ഥലത്തിന് അത് അനുഗ്രഹമാക്കി മാറ്റി. ദൈവം എബ്രാഹാമിന്റെ സന്തതികളെല്ലാം അനുഗ്രഹിച്ചു. കാരണം എന്താ അറിയോ? അവൻ ദൈവത്തോടൊപ്പമായിരുന്നു. ഇത് വളരെ എൻ്റെ എല്ലാം ഹൃദയം അൾത്താരയാകണം. ദൈവമാതാവ് ഈശോട് ഇതാ ഞാൻ നിന്റെ ദാസൻ, നിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളും പറയണം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസനാണ്, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, അവിടുത്തെ ഹിതം എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ എല്ലാ കുറവിനെയും കൃപയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഈ വചനപ്പ് തിരുനാളിൽ നമുക്ക് മാതാവിനെ പോലെ സമർപ്പണത്തോടെ നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട്
ദൈവത്തിലേക്ക് ചേർന്ന് നിന്നോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും.